കൂടുതൽ കാര്യങ്ങൾ അറിയാനാണ് ജൂറി ഇവിടെ എത്തിയിരിക്കുന്നത്. പോരുവഴി, കുന്നത്തൂര്, ശൂർനാട് സൗത്ത്, വെസ്റ്റ് കല്ലട ഈ 4 പബ്ലിക് ഹെൽത്ത് സെന്ററിന്റെ മദറാണ് നമ്മൾ, മദർ PCM. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് ബ്ലോക്ക് പബ്ലിക് ഹെൽത്ത് സെന്ററിൽ 3 അസിസ്റ്റന്റ് സർജൻ, അതായത് MBBS ഡോക്ടേഴ്സ്, അതല്ലേ സ്പെഷ്യൽ ആൻഡ് ഒരു 10 ഇയേഴ്സിന് മേളിൽ സർവീസ് ഉള്ള സിവിൽ സർജൻ, ഇത്രയും പേരാണ് ഡോക്ടർമാരായിട്ട്. 4 ഡോക്ടർമാരുടെ പോസ്റ്റാണ് നമുക്കുള്ളത്. സ്റ്റാഫ് നഴ്സും അതുപോലെ തന്നെ 3 തസ്തികകളുണ്ട്. 3 നഴ്സുമാർ കൂടാതെ NRHMന്റെ ഭാഗമായി നഴ്സസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഉണ്ട് 4 നഴ്സസ്. അപ്പോൾ മൊത്തം 7 നഴ്സസ് ഉണ്ട്. അതുകൊണ്ട് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇൻപേഷ്യന്റ് സർവീസ് എത്ര രോഗികളിവിടെ വരാറുണ്ട്? 300-നും 400-നും ഇടയ്ക്ക് രോഗികൾ വരാറുണ്ട്. ഇതിൽ ഈ 300 പേര് ഇപ്പോൾ വരുന്നെങ്കിൽ ഇപ്പം ഈ വൈറൽ ഫീവർ സീസണാണ്. ഒരു 50 to 60 കേസസ് വൈറൽ ഫീവർ ഇറ്റ്സെൽഫ് ആണ്. നല്ല ഹൈ ഫീവർ ഉള്ള ഒരു 10 to 15 പേഷ്യൻസ് ഉണ്ട്. അതിൽ തന്നെ ഏറ്റവും വെരി സിവിയർ ആയിട്ടുള്ള ഒരു 10 പേഷ്യൻസ് കാണും. അപ്പോൾ ഒരു ഡോക്ടറുടെ നീഡ് എപ്പോഴും ഈ 10 പേഷ്യൻസിന് കിട്ടണം. ഈ മാൻ പവർ കുറയുമ്പോഴത്തേക്കും ഈ വിതിൻ ഈ 300 പേഷ്യൻസ് ഈ 10-നെ നമ്മൾ വിട്ടുപോകും. അതാണ് ഈ പനി ബാധിച്ച് മരിക്കുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ്. അവന്റെ മയോകാർഡൈറ്റിസ് കാണാൻ നമ്മൾ വിട്ടുപോകുന്നു. അയാളുടെ ചെസ്റ്റ് നമ്മൾ വെച്ച് നോക്കുമ്പോൾ 300 പേര് പുറത്ത് നിൽക്കുമ്പോൾ എത്രത്തോളം എന്റെ ചെവിയിൽ കേൾക്കണമെന്നില്ല. അപ്പൊ മാൻ പവറിന്റെ ഇമ്പോർട്ടൻസ് അവിടെ തന്നെയാണ്. ടെസ്റ്റിംഗ് സർവീസസ് ഒക്കെ ഉണ്ടോ? ഡയഗ്നോസ്റ്റിക് സർവീസസ് ഉണ്ട്. നമുക്ക് ലാബ് സർവീസസിൽ ഇവിടെ നോക്കുന്നത് നമുക്കിപ്പോ ഈ ലെപ്റ്റോ ഡെങ്കു സമയമാണ്. അപ്പൊ ലെപ്റ്റോസ്പൈറോസിന്റെ കിറ്റും ഡെങ്കു കിറ്റുകളും ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു സിവിയർ ഫീവർ വന്നാൽ എനിക്കൊരു സംശയം ഉണ്ടെങ്കിൽ എനിക്ക് ഡെങ്കു ഫീവർ പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്ത് ഡയഗ്നോസ് റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം. ഇവിടെ എല്ലാവരും ഉണ്ട്. പഞ്ചായത്തിന്റെ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട്, ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒക്കെ ഉണ്ട്, പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ജൂറി ഉണ്ട്. അപ്പോൾ നമുക്ക് കൂടിക്കാഴ്ച ആരംഭിക്കാം. ഏത് സ്കൂളിൽ പഠിക്കുന്നു? ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശൂരനാട്. എങ്ങനെയുണ്ട് സ്കൂളൊക്കെ? കൊള്ളാമോ? സ്കൂളിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ ഇപ്പോ? ഇല്ല, എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ പറയണം. അതൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ശരിയാക്കി തരും. പിന്നെ വിദ്യാർത്ഥികൾക്ക് എന്താ ആവശ്യം അത് സ്കൂളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഉണ്ടല്ലേ? കമ്പ്യൂട്ടർ ഒക്കെ ഉണ്ടോ സ്കൂളില്? മോളെ പേരൊന്ന് പറയാമോ? അക്സാന സെയ്ദ്. ഏത് ക്ലാസ്സിലാ? 10th അല്ലേ? ഏത് സ്കൂള്? GHSS ശൂരനാട്. ഗവൺമെന്റ് അല്ലേ? ഗവൺമെന്റ്. എന്ത് ആക്ടിവിറ്റിയാ ചെയ്യുന്നത്? ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്താ ചെയ്യുന്നത്? പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഒരേപോലെ തന്നെ കായികപരമായിട്ട് അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരങ്ങൾ പിന്നെ വിവിധ തരത്തിലുള്ള കളികളും പിന്നെ സ്പോർട്സ്, ഫുട്ബോൾ, ക്രിക്കറ്റ് അങ്ങനെയുള്ള കളികളും മറ്റ് വിനോദങ്ങളും ഒക്കെ ഏർപ്പെടുത്താറുണ്ട്. എല്ലാവരെയും ഒരുപോലെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ്. നിങ്ങളുടെ സ്കൂളിലെ ടോയ്ലറ്റ് നല്ലതാണോ പെൺകുട്ടികൾക്ക്? വളരെ ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റ് ആണ്. എന്താവശ്യത്തിനും വളരെയധികം. ആരാണ് ക്ലീൻ ആക്കുന്നത്? ഞങ്ങൾ ടീച്ചർമാരുണ്ട്. നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്? പ്രത്യേകം പിയൂൺമാരൊക്കെ ഉണ്ട്. കുടുംബശ്രീ 310 ഗ്രൂപ്പുകളാണ് പ്രവർത്തിക്കുന്നത്. അതിലൊരു 4650 വനിതകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് എന്തൊക്കെയാ? ഇത് സമ്പാദ്യ വായ്പാ പ്രവർത്തനം, സംരംഭ വികസനം, പിന്നെ സാമൂഹ്യ വികസനം, അതിലുൾപ്പെടുന്ന ആശ്രയ പദ്ധതി, പിന്നെ ബാലസഭ, NREGS. അതിൽ ആദ്യമായിട്ട് വരുന്ന സമ്പാദ്യ വായ്പാ പ്രവർത്തനത്തിൽ 155-ൽ കൂടുതൽ ഗ്രൂപ്പുകൾ തന്നെ ലിങ്കേജ് ലോൺ എടുത്ത് അവർക്ക് കാര്യക്ഷമമായ പ്രവർത്തനം നടത്താൻ സാധിക്കുന്നുണ്ട്. എത്ര ആശാ പ്രവർത്തകരുണ്ട്? ഞങ്ങൾ 32 ആശാ പ്രവർത്തകരാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. വാർഡിലെ ആരോഗ്യ പോഷണ ക്ലാസ്സുകൾ എല്ലാ മാസവും നടത്തുകയും അതിനോടൊപ്പം തന്നെ എല്ലാ ആഴ്ചയിലും നമ്മുടെ സബ് സെൻ്ററുകളിൽ പോയി അവിടെ എല്ലാ റിപ്പോർട്ടുകൾ നമ്മുടെ വാർഡിൽ നടക്കുന്ന എന്ത് ആരോഗ്യ മേഖലയിൽ എന്ത് കുഴപ്പങ്ങൾ വന്നാലും അത് അപ്പോഴപ്പോൾ വിവരം അറിയിക്കുകയും ഒരു പ്രത്യേക ഒരു രോഗം പെട്ടെന്നുണ്ടാകുകയാണെങ്കിൽ അത് ബന്ധപ്പെട്ട മേഖലയിൽ അറിയിപ്പിക്കുകയും ചെയ്യും. അതിനുള്ള സഹായങ്ങളെല്ലാം നമ്മുടെ ഇവിടെ ശൂരനാട് നമ്മുടെ PHCയിൽ നിന്ന് നല്ല രീതിയിൽ അവിടുത്തെ സ്റ്റാഫുകളും ഡോക്ടേഴ്സും ഉൾപ്പെടെ വന്ന് വിദഗ്ധ ട്രെയിനിങ്ങുകൾ തരികയും എല്ലാം ഞങ്ങൾക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മുൻ പ്രസിഡന്റിനോട് ഒന്ന് ചോദിക്കട്ടെ, എന്താണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്നുള്ളതിനെ കുറിച്ച്? വികേന്ദ്രീകരണ ആസൂത്രണം നടപ്പാക്കിയ കാലഘട്ടം മുതൽ ഈ പഞ്ചായത്തിലെ വികസനത്തിന് രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ ആളുടെ സഹകരണം ഉണ്ടായിട്ടുണ്ട്. തുടർച്ചയായി 3 പ്രാവശ്യം ജില്ലയിലെ 1ാമത്തെ പഞ്ചായത്ത് എന്നുള്ളതിൽ അവാർഡ് വാങ്ങിയെടുക്കാൻ ഞാൻ കഴിഞ്ഞു. കേരളത്തിലെ ഗ്രാമങ്ങളിൽ നീർത്തട സംരക്ഷണത്തിനായി ധാരാളം പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ കുളങ്ങളും ചാലുകളും ഒക്കെ സംരക്ഷിക്കുന്നതിനായി പലയിടത്തും കരിങ്കൽ ഭിത്തികളാണ് നിർമ്മിച്ചു കണ്ടിട്ടുള്ളത്. ഇത് നമ്മുടെ ജൈവ വൈവിധ്യത്തെ എത്രത്തോളം പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് പലരും മറന്നുപോകുന്നു. എന്തായാലും ശൂരനാട്ടിൽ നിന്ന് നമ്മൾ കണ്ട കയർ ഭൂവസ്ത്രം വ്യത്യസ്തമായൊരു മാതൃക തന്നെയാണ്. കേരളത്തിലെ ഗ്രാമങ്ങളിൽ ഇത്തരം വ്യത്യസ്തമായ ഒട്ടേറെ മാതൃകകളുണ്ട്. എന്തായാലും ശൂരനാട്ട് ഇന്നത്തെ യാത്ര ഇവിടെ തീരുകയാണ്.
സാമാന്യ ബോധം പോലും നിങ്ങൾ മനുഷ്യർ കാണിക്കുന്നില്ലല്ലോ. പൊതുസ്ഥലത്ത് തുപ്പുകയോ മലമൂത്ര വിസർജനം ചെയ്യുകയോ ചെയ്യരുത്. സാനിറ്ററി കക്കൂസുകൾ ഉപയോഗിക്കുക. ആരോഗ്യകരമായ ജീവിതം നയിക്കുക. എന്റെ കേരളം മാലിന്യമുക്തം. അറിയാമോ, ജലാശയങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് ജാമ്യം കിട്ടാത്ത കുറ്റമാണ്. ലംഘിച്ചാൽ 10,000 രൂപയിൽ കുറയാതെ പിഴയും 6 മാസം തടവും ലഭിക്കാം. പൊതുസ്ഥലത്തും വഴിവക്കിലും ഓടകളിലും ജലാശയങ്ങളിലും ചപ്പുചവറുകൾ അലക്ഷ്യമായി വലിച്ചെറിയാതിരിക്കുക. മറക്കണ്ട, പൊതു ശുചിത്വം നമ്മുടെ കടമയാണ്. എന്റെ കേരളം മാലിന്യമുക്തം. ഗ്രീൻ കേരള എക്സ്പ്രസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ വിധികർത്താക്കൾ അവിടെ പഞ്ചായത്തിൽ വന്ന പ്രവർത്തനങ്ങളൊക്കെ നേരിട്ട് കണ്ടു. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു അനുഭവം? തികച്ചും ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള ഒരു സ്ഥലമാണ് ഞങ്ങളുടേത്. ഗ്രാമപഞ്ചായത്തുകൾ എന്ന് പറയുമ്പോൾ ഗ്രാമം തന്നെയാണ്. അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ഇപ്പം നമ്മൾ ഇവരുടെ പ്രവർത്തനങ്ങളിലെ ദൃശ്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി കണ്ട കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും ചർച്ചയ്ക്കുള്ള സമയമാണ്. കണ്ണമാഷെ, ചൂരനാട് നോർത്ത് പഞ്ചായത്ത് 2ാം ഘട്ടത്തിൽ എത്തിയതിൽ ഞങ്ങളുടെ എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ. താങ്ക് യു സർ. പ്രസിഡന്റ് മാത്രമല്ല, മുൻ പ്രസിഡന്റിനെയും കൂടെ കൂട്ടിക്കൊണ്ടുവന്നു. 2 മുൻ പ്രസിഡന്റുമാരുണ്ട്. 2 മുൻ പ്രസിഡന്റുമാരുണ്ട്. 2 പേരും മെമ്പർമാരുമാണ് ഇപ്പോൾ. അപ്പോൾ സുസ്ഥിര വികസനത്തിന്റെ ഒരു കണ്ണികളാണ് നിങ്ങൾ 3 പേരും. അതെ, അതിന് ഒരു പ്രത്യേകം അഭിനന്ദനം. താങ്ക് യു സർ. ഇപ്പോൾ നേരത്തെ ടീമിലെ ഒരു അംഗം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ അവിടെ ഈ കാണിച്ചത് പലതും ഇവിടെ എല്ലാവരും കണ്ടു കഴിഞ്ഞു. പ്രത്യേകിച്ച് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഈ കയർ ഭൂവസ്ത്രം ഉപയോഗിച്ച് കനാൽ ഉറപ്പിക്കുന്ന ഒരു പരിപാടി കണ്ടത്. അത് വളരെ നൂതനമായി തോന്നി. മാതൃകാപരമായി തോന്നിയ വേറൊരു കാര്യം, നിങ്ങൾ മത്സ്യകൃഷിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ. ഇപ്പം ഞങ്ങൾ നേരത്തെ പാലമേൽക്കാരോട് പറയായിരുന്നു, നിങ്ങളുടെ അയൽക്കാരാണല്ലോ. അതെ അതെ. അവർക്ക് 33 കുളങ്ങളോ മറ്റേ ഉണ്ട്, അവരൊന്നും ചെയ്തിട്ടില്ല അവിടെ. അപ്പം നിങ്ങളുടെ ഈ മത്സ്യകൃഷി അവർ കണ്ടിട്ടില്ലെന്നാണ് തോന്നുന്നത്. ഇല്ല, 50,000 രൂപ ഒരു ചെറിയ കുളത്തു നിന്ന് തന്നെ കിട്ടുന്നു ആ മത്സ്യകൃഷിക്കാരൻ തന്നെ പറഞ്ഞു. അത് പ്രധാനപ്പെട്ടൊരു സംഗതി. പിന്നെ എനിക്ക് ഈ മറ്റേ കുട്ടികളുടെ കാര്യം, അതിനെല്ലാം പുറമേ നെൽകൃഷിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് കൂടുതൽ. പ്രത്യേകിച്ചും ആ 150 ഏക്കർ നെടിയ പാടം അല്ലേ? അതെ, നെടിയ പാടം സർ. നെടിയ പാടത്തിന് അത് നിലനിർത്താൻ വേണ്ടിയിട്ടും അവിടെ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടും ഉള്ള കാര്യങ്ങൾ. നിങ്ങൾ കുറേ കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു ഈ നിലം നികത്തുന്നതിനെതിരായിട്ട്. അതിനെപ്പറ്റി ഒന്ന് കുറച്ച് ബ്രീഫായിട്ടൊന്ന് പറഞ്ഞു. 22 കേസ് നിലവിൽ കൊല്ലം RDOയുടെ ഇതിൽ ഞങ്ങൾക്ക് ഫയലായിട്ടുണ്ട്. ഏതാണ്ട് ഒരു 3 വർഷമായിട്ട് കേസ് നിലനിൽക്കുകയാണ്. പക്ഷെ ഒരു നടപടിയും RDO സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ ഒരു അവസ്ഥ. കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ നമ്മുടെ കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, അദ്ദേഹം സാർ സൂചിപ്പിച്ചു വ്യക്തമായ നിയമമുണ്ടെന്ന്. ഞാനെന്ന് പറഞ്ഞു ഇല്ല സാർ, അതിനൊരു പരിരക്ഷ കിട്ടുന്നില്ല. കലാകാലങ്ങളിൽ വരുന്ന പോലീസ് സബ് ഇൻസ്പെക്ടർമാർ ചിലപ്പോൾ നിലപാടെടുക്കുന്നു. പിന്നെ നല്ല പാടശേഖര സമിതികൾ വളരെ കയ്യൂക്കോടുകൂടി തന്നെ ഇതിനെ പ്രതിരോധിക്കുന്നു, നടുന്ന റബ്ബർ പിഴുത് കളയുന്നു. അതിന് കഴിയാത്തടത്ത് ഈ നികത്തുന്ന ആളുകൾ നികത്തിക്കൊണ്ടു പോകുന്നു. ഇപ്പോൾ അവസാനം ഞങ്ങൾ കഴിഞ്ഞ വില്ലേജ് വികസന സമിതിയും നീർത്തട കമ്മിറ്റിയും പഞ്ചായത്ത് തല നീർത്തട കമ്മിറ്റിയും കൂടി തീരുമാനിച്ചിരിക്കുന്നത് കേരള ഹൈക്കോടതിയെ സമീപിക്കുക. 22 കേസിൽ RDO നടപടി സ്വീകരിക്കാത്തത് കൊണ്ട് RDOയെ പ്രതി ചേർത്തുകൊണ്ട് ഒരു ഗ്രാമപഞ്ചായത്ത് കോടതിയെ സമീപിക്കുക. അപ്പോൾ ഇക്കാര്യത്തിലൊരു വ്യക്തത ഉണ്ടാവും. ആ ഒരു അന്തിമ തീരുമാനത്തിൽ ഈ 2 സമിതി എടുത്തിട്ടുണ്ട്. അടുത്ത പഞ്ചായത്ത് കമ്മിറ്റി കൂടി ചേർന്ന് ഈ 2 സമിതിയുടെയും തീരുമാനം വെച്ചിട്ട്
കൊല്ലം RDOയെ പ്രതി ചേർത്തുകൊണ്ട് ശൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് കേരള ഹൈക്കോടതിയിൽ ഇപ്പോൾ ലോകം മൊത്തം കാണുന്ന ഒരു കാര്യമാണ്. ഞാനിവിടെ വളരെ വ്യക്തമായി പറയുകയാണ്, RDOയെ പ്രതി ചേർത്തുകൊണ്ട് ഞങ്ങൾ കേസ് സമർപ്പിക്കും. പിന്നെ ആ പ്രതിരോധം കൊണ്ട്, ഈ കടുത്ത പ്രതിരോധം കൊണ്ട് കുറേയേറെ തടഞ്ഞു നിർത്താൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് 1000 ഏക്കർ നെൽപ്പാടം ഇന്ന് ഞങ്ങൾക്ക് അവശേഷിക്കുന്നത്. ഞങ്ങളൊന്ന് ആ പ്രതിരോധത്തിൻ്റെ തോതൊന്ന് കുറച്ചാൽ അതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആത്മാർത്ഥമായി നിൽക്കുന്നുണ്ട്. എങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ ഈ പ്രതിരോധത്തിനിടയിലും കൊണ്ടുവന്ന് നികത്തുന്ന തരത്തിലേക്ക് അവരുടെ അത്ര ശക്തരാണ്. പാരിസ്ഥിതികമായിട്ടും കാർഷികപരമായിട്ടും നല്ല സമ്പന്നമായിട്ടുള്ളൊരു പഞ്ചായത്താണെന്ന് നമുക്ക് വന്നപ്പോൾ തന്നെ മനസ്സിലായി. കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടു. പക്ഷെ വിട്ടുപോയൊരു കാര്യം ഡയറി പ്രോജക്ട്സ്. പിന്നെ ഇന്ന് വെറ്റിനറി ഓഫീസർ ഇവിടെ വന്നിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കിയാൽ കൊള്ളാമായിരുന്നു. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലും പഞ്ചായത്ത് തലത്തിലും ഓരോ പദ്ധതികളെടുത്ത്, പ്രത്യേകിച്ച് കന്നുകുട്ടി പരിപാലനം ഓരോ വർഷവും നമ്മൾ ജനറൽ മേഖലയിലും SC മേഖലയിലും 50 വീതം ഓരോ വർഷം നടപ്പാക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പോൾ തന്നെ ഈ വർഷം തന്നെ പ്രഗ്നൻറ്റ് ഹീഫർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, അത് തമിഴ്നാട്ടിൽ പോയി 15 കർഷകർക്ക് പശുവിനെ വാങ്ങി കൊടുത്തു. അതുപോലെ കഴിഞ്ഞ വർഷം RKVYയിൽ 5 എരുമ യൂണിറ്റും, അതുപോലെ SCA to SCP സ്കീമിൽ ആട് വളർത്തൽ, പശു വളർത്തൽ, ഈ സ്കീമെല്ലാം നമ്മൾ ഈ മേഖലയിൽ ചെയ്യുന്നുണ്ട്. എനിക്ക് വളരെ ഒരു പ്രത്യേകത തോന്നിയൊരു കാര്യം അവിടെ വന്നപ്പോൾ കണ്ട് 2 കർഷകരാണ്. അതിലൊരാൾ ഇവിടെ ഇരിപ്പുണ്ട്, മറ്റേത് ഋഷികേശൻ നായർ അല്ലേ. അദ്ദേഹം എനിക്ക് ഏറ്റവും ഇതായി തോന്നുന്നത്, കേരളത്തിൽ നിന്ന് എല്ലാവരും റബ്ബറിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ റബ്ബർ വെട്ടിയിട്ട് പച്ചക്കറി ചെയ്ത് അത് ലാഭകരമാക്കാമെന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേരളത്തിന് തന്നെ നല്ലൊരു മാതൃകയാണ്. അതിൽ ഞാൻ പഞ്ചായത്ത് അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. അതിൽ ഞാൻ അഭിനന്ദിക്കുന്നു പഞ്ചായത്തിനെ. ഇതൊരു മോഡലാവണം നാളത്തേക്ക്. അവിടെ ഒരു സമ്പൂർണ്ണ ആരോഗ്യ സർവേ നടത്തിയതായി കാണുന്നുണ്ട്. എന്താണ് പ്രധാന കണ്ടെത്തലുകൾ പറയാമോ? കൂടുതലായിട്ട് ക്യാൻസർ രോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് B, എയ്ഡ്സിന് തുല്യമായ ഹെപ്പറ്റൈറ്റിസ് B എന്ന് പറയുന്ന രോഗം അവിടെ കൂടുതലായിട്ട് വരുന്നുണ്ട്. ഇതിന് പ്രതിവിധിയായിട്ട് പഞ്ചായത്ത് ഇപ്പോൾ 2 പ്രൊജക്റ്റുകൾ ഇപ്പോൾ തന്നെ പാസ്സാക്കിയിട്ടുണ്ട്. സ്നേഹിത, കൂടുതലായി കാണുന്നുണ്ട്, കണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു സർവേയുടെ ഫൈൻഡിങ് അല്ല. എത്ര പേർക്ക് ആ പഞ്ചായത്തിൽ ആകെ എത്ര പേർക്ക് ക്യാൻസർ ഉണ്ടെന്ന് 100 പേരിൽ എത്ര പേർക്ക് ക്യാൻസർ ഉണ്ട്? ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഏകദേശം 180 അടുത്ത് ക്യാൻസർ പേഷ്യന്റും ഏകദേശം 48 കൂടുതൽ ഹെപ്പറ്റൈറ്റിസ് B രോഗവും ഇപ്പോൾ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ഞങ്ങൾ ഹെപ്പറ്റൈറ്റിസ് Bക്ക് വേണ്ടിയുള്ള ഡയഗ്നോസിസ് ക്യാമ്പുകൾ വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ കണ്ടെത്തി അവർക്ക് ചികിത്സയും മറ്റുള്ളവർക്ക് പ്രതിരോധവും നൽകുന്നതിനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ വിഷയത്തിൽ നമ്മുടെ പഞ്ചായത്ത് നമ്മുടെ കശുവണ്ടി ഫാക്ടറി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ക്യാമ്പ് വെച്ചിട്ടുണ്ട്. അല്ലാതെ വാർഡ് തലത്തിൽ നമ്മൾ അംഗൻവാടിയുടെയും വാർഡ് തല സാനിറ്റേഷൻ സമിതിയുടെയും ചുമതലയിൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കണ്ടുപിടിച്ചവരുടെ എണ്ണമാണ് സാർ ഇവിടെ സൂചിപ്പിച്ചത്. ഒരു സമഗ്ര ആരോഗ്യ സർവേ എന്ന പ്രയോഗം കണ്ടിട്ടാണ് എനിക്ക് ചോദിക്കാൻ തോന്നിയത്. ഇതിപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പരിപാടി അനുസരിച്ചിട്ടാണെങ്കിൽ ക്യാമ്പുകൾ വെച്ച് ഡിറ്റക്റ്റ് ചെയ്തിട്ടുള്ള രോഗങ്ങളെ പറ്റിയിട്ട് രോഗികളുടെ പേരുകളൊക്കെയാണ്. ഇത്ര എണ്ണമൊക്കെ ഉണ്ടെങ്കിൽ പഞ്ചായത്ത് യഥാർത്ഥമായ സമഗ്ര ആരോഗ്യ സർവേ നടത്തണം. ഇതൊക്കെ പേടിപ്പിക്കുന്ന എണ്ണങ്ങളാണ് ഈ പറയുന്നത്. നിങ്ങൾ നടത്തിയിട്ടുണ്ട് സാർ. അത് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ടുണ്ടോ എവിടെയെങ്കിലും ഞങ്ങൾ കാണിക്കാൻ? സർവേ റിപ്പോർട്ടുണ്ടോ നമുക്ക് ആരെങ്കിലും കാണിക്കാൻ പറ്റുന്ന രീതിയിൽ? ഉണ്ട്, സർവേ റിപ്പോർട്ടുണ്ട്. അതെനിക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയുന്നുണ്ട്. സർവേ റിപ്പോർട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. പേടിപ്പെടുത്തുന്ന എണ്ണം ഉള്ളത് കൊണ്ട് തന്നെയാണ് സാർ ഞങ്ങൾ ഈ മുഴുവൻ ആളുകളെയും ക്യാൻസറിൻ്റെ ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി പ്രോജക്റ്റ് പദ്ധതി തന്നെയാണ്. അതിന് അംഗീകാരം കിട്ടി. ജൂലൈ 17 ഫസ്റ്റ് ക്യാമ്പ്. ഓക്കെ. കഴിഞ്ഞ തവണ വന്നപ്പോൾ തന്നെ പച്ചക്കറിയുടെ മേഖലയിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ജോലികളെല്ലാം വളരെ ശ്ലാഘനീയമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ ഞങ്ങളുടെ എസ്റ്റീംഡ് ജൂറി മെമ്പേഴ്സ് എല്ലാം പോയിട്ട് വന്നപ്പോൾ ഫിഷറീസിൻ്റെ മേഖലയിലും മൃഗസംരക്ഷണ മേഖലയിൽ നിങ്ങൾ ചെയ്യുന്ന ശ്ലാഘനീയമായ പല പ്രവർത്തനങ്ങളും കാണാനിടയായി. പക്ഷേ എനിക്ക് ഈ പച്ചക്കറി മേഖലയിലുള്ള ഈ കൂടുതൽ കാർഷിക വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വിപണനം ഒരു വലിയ പ്രശ്നമായിട്ട് വരും. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾ അതിൽ തന്നെയാണ് സാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വിപണനം ഇപ്പം ഞങ്ങൾ ചെയ്യുന്ന VFCKയുടെ ഇവരെ ഞങ്ങൾ കാണിച്ചു. ഞങ്ങളുടെ 4 പഞ്ചായത്തുകൾക്ക് VFCKയുടെ ഒരു വിപണിയുണ്ട്. 4 പഞ്ചായത്തുകളിലെ സ്വാശ്രയ ക്ലബ്ബുകളുടെ ഒരു കേന്ദ്രമാണ്. അവിടെ കൊണ്ടുവന്നാണ് ലേലത്തിലും പിന്നെ താമരക്കുളം